ഹലോ ഫുഡീസ്, നമ്മുടെ പാരഗൺ റെസ്റ്റോറൻറ്റ് അറിയാത്ത ഫുഡ് ലവേഴ്സ് ഉണ്ടാവുമെന്ന് എനിക്ക് ഡൗട്ടാണ്. ദ 5th മോസ്റ്റ് ലെജൻഡറി റെസ്റ്റോറൻറ്റ് ഇൻ ദ വേൾഡ്. ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല സമയവും ക്ഷമയും വേണം. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല തിരക്കായിരിക്കും. അവിടുത്തെ ബിരിയാണിയാണ് ഏറ്റവും ഫേമസ്. അതല്ലാതെ അവിടെ പല അടിപൊളി കോംബോസും ഉണ്ട്. അങ്ങനെയുള്ള കോംബോസ് പരിചയപ്പെടുത്തുന്ന ഒരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ പാർട്ട് 1 ആണിത്. സോ ഇന്ന് നമ്മൾ കഴിക്കുന്നത് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഫിഷ് മാംഗോ കറി ആൻഡ് വെള്ളപ്പമാണ്. ഇതൊരു അടിപൊളി കോംബോ ആണ്. ഇതിൽ ഫിഷ് ഓരോ ദിവസത്തെ അവൈലബിലിറ്റിക്ക് അനുസരിച്ചായിരിക്കും. ഇന്നുണ്ടായിരുന്നത് അയക്കൂറായിരുന്നു. ഈ സോഫ്റ്റ് വെള്ളപ്പവും പിന്നെ ഈ ഫിഷ് മാംഗോ കറിയും കൂട്ടി കഴിച്ചു കഴിഞ്ഞാൽ ആരോ പറഞ്ഞ പോലെ കഴിച്ചു തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റില്ല, അത്രയും അടിപൊളിയാണ്. പക്ഷേ ഇത് ഒരു നോർമൽ ഫിഷ് മാംഗോ കറി പോലെ നല്ല സ്പൈസിയും പുളിയും ഒന്നുമുള്ള ടൈപ്പ് ഓഫ് മീൻകറി അല്ല. ഇത് കുറച്ചൊരു ക്രീമി ടൈപ്പ് ഓഫ് മീൻകറിയാണ്. പക്ഷേ ഈ വെള്ളപ്പത്തിൻ്റെ കൂടെ ഒരു രക്ഷയില്ലാത്ത കോമ്പിനേഷനാണ്. ഇവിടെ നോർമലി എല്ലാവരും വന്നു കഴിഞ്ഞാൽ ബിരിയാണി ആയിരിക്കും കഴിക്കുന്നുണ്ടാവുക. പക്ഷേ ഇനി വരുന്നവരെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ ഫിഷ് മാംഗോ കറിയുടെ കൂടെ തന്നെ പൊറോട്ടയും നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിന്ന് നൂൽ പൊറോട്ടയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പേര് പോലെ തന്നെ നല്ല നൂല് പോലെയുള്ള പൊറോട്ടയായിരുന്നു ഇത്. ഇതിൻ്റെ കൂടെയും ഫിഷ് മാംഗോ കറി നല്ലൊരു കോമ്പിനേഷനാണ്. പക്ഷേ നമ്മുടെ വെള്ളപ്പത്തിൻ്റെയും ഫിഷ് മാംഗോ കറിയുടെയും തട്ട് താണ് തന്നെ ആയിരിക്കും. അതാണ് ബെസ്റ്റ് കോംബോ. പിന്നെ പാരഗണിൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ ബിരിയാണി കഴിക്കണമല്ലോ, അതുകൊണ്ട് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡെസേർട്ടായിട്ട് ഇന്ന് നമ്മൾ ഇവിടുത്തെ ഇളനീർ പുഡിംഗ് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതും നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞ് ഞാൻ കമൻസ് കണ്ടായിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടുന്ന് കഴിക്കുന്നത്. അതും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു നോർമൽ ഇളനീർ പുഡിംഗ് പോലെ തന്നെയായിരുന്നു അത്. അതല്ലാതെ എന്തായാലും കഴിക്കണം എന്നൊന്നും ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇത്രയായിരുന്നു ഇത്തവണ നമ്മൾ പാരഗണിൽ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി കോഴിക്കോട് വരുന്നവർ ഈ ബിരിയാണിക്ക് പകരം ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി കോംബോസുമായിട്ട് ഞാൻ ഇനിയും വരും. മിക്കവർക്കും ഈ കോംബോസൊക്കെ അറിയുന്നുണ്ടാവും, കാരണം അത് അത്രയും ഫേമസ് ആണ്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോസ് ചെയ്യുന്നത്. വെറൈറ്റി കോമ്പിനേഷൻസുമായിട്ട് പാർട്ട് 2 ഞാൻ വീണ്ടും വരും. ദെൻ സീ യു, ബൈ.